ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് തയ്യാറാവൊക്കെ ആയിട്ട് അടിപൊളി ഒരു ചട്ടിപ്പത്തിരിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ എൻ്റെ കെട്ടിന് ഭയങ്കര ഇഷ്ടമുള്ള റെസിപ്പി തന്നെയാണ് കേട്ടോ അത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും, നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ അതിന് അത്യാവശ്യം സവാള തന്നെ എടുത്തിട്ടുണ്ട്, കാരണം നമുക്ക് രണ്ട് തരത്തിലുള്ള ഗ്രേവി വേണം നമുക്കിത് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നമുക്കത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സവാള കൂടുതലെടുത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്ത് അതൊക്കെ ഒന്ന് നല്ലപോലെ വാടി വരുന്ന സമയമാകുമ്പോൾ നമ്മൾ സാധാരണ ചേർക്കുന്ന പോലെ തന്നെ പൊടികൾ ചേർത്ത് കൊടുക്കണം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ പെരുംജീരകം, ചിക്കൻ മസാല, ഇവയൊക്കെയാണ് കേട്ടോ നമ്മുടെ പൊടികൾ. പിന്നെ നമ്മുടെ മെയിനായിട്ടുള്ള ഉപ്പ്, ഇവയെല്ലാം ചേർത്ത് നല്ലപോലെ അതിൻ്റെ പച്ചമണം ആടി വരുന്നവരെ നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിന് ശേഷം അതിൻ്റെ ഗ്രേവി ഉണ്ടല്ലോ, അപ്പോൾ ഈ സവോളയായിട്ട് ഗ്രേവിയിൽ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. മല്ലിയില ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ, അപ്പോൾ അതൊന്ന് ഒഴിവാക്കാതെ നോക്കണേ. അതിൽ ഈ ഗ്രേവിയിൽ നിന്ന് ഒരു പകുതി ഗ്രേവി മാത്രമാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഈ ഗ്രേവിയിലോട്ട് നമുക്ക് ചിക്കൻ നേരത്തെ പൊരിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ, ചിക്കൻ നല്ലപോലെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് നമുക്ക് ഇതിലോട്ട് മിക്സ് ആയി കൊടുക്കാം. ഒന്നുകൂടെ ശ്രദ്ധിക്കണം, ഹാഫ് സവാളയെ ഞാൻ അതിൻ്റെ എടുത്തിട്ടുള്ളൂ. നമ്മൾ ഉണ്ടാക്കിയ സവാളേൻ്റെ ഗ്രേവിൻ്റെ ഹാഫ് സവാള എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനി അടുത്തതായിട്ട് നമുക്ക് ഉണ്ടാക്കേണ്ടത് മുട്ട ഗ്രേവിയാണ്. അപ്പോൾ ചിക്കൻ്റെ ഗ്രേവി നമുക്ക് സെറ്റാക്കിയിട്ടുണ്ട്, ഇനി മുട്ട ഗ്രേവിയാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ അതിന് ബാക്കി വെച്ചിട്ടുള്ള കുറച്ച് സവാളയും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിക്കാം. ഞാനിവിടെ 3 മുട്ടയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് അത്യാവശ്യം നല്ലപോലെ തന്നെ ഗ്രേവി ഉണ്ടായിരുന്നു. പിന്നെ ഇതിൽ ലെയറൊക്കെ ഉണ്ട്, അത് ഞാൻ ഇന്ന് പറഞ്ഞു തരാം കേട്ടോ. മുട്ടയും കൂടി ചേർത്തിട്ട് നല്ലപോലെ മുട്ടേൻ്റെ ഗ്രേവിയും കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ചൂടാവുന്നതിനനുസരിച്ച് അതങ്ങനെ മൊരി ആയിട്ട് വരും കേട്ടോ. ആദ്യം വെച്ചത് കുഴപ്പപോലെ ഇരിക്കണമെങ്കിൽ പിന്നീട് അത് ചൂടാവുന്നതനുസരിച്ച് നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, അടി പിടിക്കാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണ്ട. അപ്പോൾ നമുക്ക് ഇതേ ചിക്കൻ്റെ മസാലയും അതുപോലെ തന്നെ മുട്ടേൻ്റെ മസാലയും കൂടെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതിനകത്തോട്ട് അടിയിൽ വെക്കാൻ വേണ്ടിയിട്ട് ഗ്രേവി വെക്കാനുള്ള ഒരു ഷീറ്റാണ്. അതിന് വേണ്ടി സാധാരണ മൈദമാവ് കുഴച്ചെടുക്കണം, ഞാൻ അതിൽ കാണിച്ചിട്ടില്ല. കുഴച്ച് ഒരു റൗണ്ടാക്കിയിട്ട് നമ്മൾ അപ്പം പോലെ എടുക്കണം. ഈ അപ്പം പോലെ എടുത്തത് അത്യാവശ്യം ഷേപ്പിലൊക്കെ പരത്താൻ കഴിയുന്ന വട്ടത്തിലെടുക്കാൻ കഴിയുന്നവരുണ്ടെങ്കിൽ അങ്ങനെ, എനിക്കതൊന്നും കഴിയില്ല കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഷേപ്പായിട്ടുണ്ട്, ഇതിൻ്റെ ഭൂപടം എന്നൊക്കെ പറയാം അല്ലേ. അതൊരു ജസ്റ്റ് ഒന്ന് നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം. ഒന്ന് പൊള്ളയായി വരുന്ന സമയം വരെ മതി, ഒത്തിരി മൊരിയേണ്ട കേസ് വരുന്നില്ല. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്: മുട്ട, പാല്, അതുപോലെ തന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള അപ്പം, അതുപോലെ തന്നെ ഗ്രേവി. ഈ ഒരു ഐറ്റംസാണുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു പാൻ എടുത്തിട്ട് നമുക്കതിലോട്ട് കുറച്ച് നെയ്യും എണ്ണയൊക്കെ നല്ലപോലെ തൂത്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒരു അപ്പം എടുത്തിട്ട് ആദ്യം പാലേ മുക്കി, പിന്നെ ഒന്ന് മുട്ടയെ മുക്കി, പിന്നെ നമുക്കിതിൻ്റെ അടിയിലോട്ട് വെച്ച് കൊടുക്കാം. അത്യാവശ്യം നീളമുള്ളത് വേണ്ട അടിയിൽ വെക്കാനായിട്ട്. അപ്പോൾ നമുക്കത് കുറച്ചും കൂടി എളുപ്പത്തിൽ നമുക്ക് എടുക്കുന്ന സമയത്ത് എടുക്കാൻ പറ്റും. എന്നിട്ട് അതിലോട്ട് കുറച്ച് മുട്ടേൻ്റെ ഗ്രേവി ഒരു സൈഡിലും അപ്പോൾ തന്നെ ചിക്കൻ്റെ ഗ്രേവി അപ്പുറത്തെ സൈഡിലായിട്ട് നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. കുറച്ച് കണക്കുള്ള പരിപാടിയാണെങ്കിലും നല്ല ടേസ്റ്റും ഉണ്ടാവും. ആരും പറയില്ല ഫ്ലോപ്പായി പോയെന്ന്, അത്രയ്ക്ക് ടേസ്റ്റുള്ള സാധനം തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് എനിക്ക് റെസിപ്പീൻ്റെ ഒരു കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം കേട്ടോ. അപ്പോൾ നമ്മളൊരു സൈഡിൽ മുട്ട മസാല, ഒരു ചിക്കൻ മസാല സെറ്റാക്കി. ഇതുപോലെ അടുത്ത ലെയറിനായിട്ട് നമ്മൾ പാലയും മുക്കി മുട്ടയും മുക്കി അതിൻ്റെ മണ്ടയിലോട്ട് കയറ്റി വെക്കണം. അതേപോലെ തന്നെ ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ആദ്യം വെച്ചത് മുട്ടേൻ്റെ സൈഡിൽ നമ്മൾ കയറ്റി വെക്കാൻ പോകുന്നത് ചിക്കൻ്റെ മസാലയാണ് കേട്ടോ. ഇപ്പം നമ്മൾ ആദ്യം വെച്ചത് ആ സൈഡിലല്ലേ മുട്ടയുടെ ഗ്രേവി, അവിടെ നമുക്ക് ചിക്കനും ഇപ്പുറത്തോട്ട് നമുക്ക് മുട്ടയും അങ്ങനെ. അപ്പോൾ കടിക്കുന്ന സമയത്ത് നമുക്ക് ഒരു കേക്ക് പോലെ ഇതുണ്ടാവുക. അപ്പോൾ നമുക്ക് കടിക്കുന്ന സമയത്ത് മുട്ടേൻ്റെ മസാലയും ചിക്കൻ്റെ മസാലയും കൂടി ഒരുമിച്ച് കിട്ടുമ്പോൾ അതിന് ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ ഇതിൽ ഞാൻ 2 ലെയറേ ചെയ്തിട്ടുള്ളായിരുന്നു. പക്ഷേ നിങ്ങൾക്ക് എത്ര ലെയറാണോ ഇഷ്ടമെന്ന് വെച്ചാൽ അത്ര ലെയർ നിങ്ങൾക്ക് ചെയ്യാം. 2, 3, 4 ലെയറൊക്കെ ഉണ്ടാവും, അങ്ങനെയൊക്കെ ചെയ്യാം. ഇതേപോലെ തന്നെ ആൾട്ടർനേറ്റീവായിട്ട് ചിക്കൻ്റെ മുകളിൽ മുട്ട വരുന്ന രീതിയിൽ നമുക്ക് ഫില്ലിങ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ അടിയിൽ നമുക്ക് അടുത്തൊരു അപ്പം എടുത്തിട്ട് പാല് മുക്കി മുട്ട മുക്കിയിട്ട് നമുക്കൊന്ന് മേലോട്ട് കയറ്റി വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ തന്നെ ഞാൻ ഈ ഒരു ലെയറോട് കൂടിയിട്ട് ഇത് ഫിനിഷ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതിനിടെ ചെറിയ ഗ്യാപ്പൊക്കെ ഉണ്ടാവും. പിന്നെ ഞാൻ പറഞ്ഞത് കറക്റ്റായിട്ട് അപ്പം പരത്തുന്നവർക്കാണെങ്കിൽ ഇത്ര ഗ്യാപ്പുമില്ല, പക്ഷേ ഗ്യാപ്പ് ഉണ്ട്, ഇത് സങ്കടപ്പെടാണെന്നുണ്ട് കേട്ടോ. അറിയാത്തൊരു വിഷമിക്കൊന്നും വേണ്ട ഇതിനെപ്പോലെ. അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള മുട്ട നമുക്ക് ഇതിൻ്റെ സൈഡിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ആ ഭാഗമൊക്കെ ഒന്ന് ഫില്ലിംഗ് ആയി വരും. അതുപോലെ തന്നെ പാലും കൂടെ ഇതിൻ്റെ മണ്ടയിലോട്ട് കുറച്ച് ഒഴിച്ചിട്ട് നമുക്കിത് അടുപ്പത്ത് വെച്ച് കുറച്ച് നേരം, ഞാൻ പ്രത്യേകം പറയുന്നുണ്ട് അടി പിടിക്കാതിരിക്കാൻ വേണ്ടി, നല്ല നോൺ സ്റ്റിക്കിൻ്റെ പാത്രം നമുക്ക് അടി പിടിക്കാം. അല്ലാത്തൊക്കെ ആണെങ്കിൽ എല്ലാവരും ഒന്ന് നെയ്യൊക്കെ തൂത്തിട്ട് വെക്കാം കേട്ടോ, കുറച്ചുകൂടി നല്ലത്. അപ്പോൾ അത് നമുക്കൊരു 1 സൈഡ് സെറ്റായി വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ തട്ട മറിക്കാൻ അതുപോലെ തന്നെ ചട്ടിയോട് കൂടി വേറൊരു ചട്ടിലോട്ടാണ് പാനിലോട്ടാണ് മറിച്ചിട്ടുണ്ടായിരുന്നത്.
അപ്പോൾ ഇത് ഈ ഒരു ഷേപ്പിലാണ് വരുന്നത്. അപ്പോൾ ഞാൻ അടുത്തത് ഞാൻ 2 എണ്ണം ഉണ്ടോ ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ അത് അടുത്തതും കൂടെ ഞാൻ ഇതുപോലെ സെറ്റാക്കി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതാണ് നമ്മുടെ ചട്ടിപ്പത്തിരിൻ്റെ ഫൈനൽ ലുക്ക്. ഭയങ്കര ടേസ്റ്റിയാണ്. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ അതുപോലെ ഇത് കട്ട് ചെയ്ത് നമ്മൾ സാധാരണ കേക്ക് കട്ട് ചെയ്യുന്ന പോലെ തന്നെയാണ് കേട്ടോ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ അങ്ങനെ തന്നെയാണ് സെർവ് ചെയ്തും ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ആ ഒരു ഷേപ്പിൽ തന്നെ അങ്ങനെ സെർവ് ചെയ്യാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് നല്ല ടേസ്റ്റിയുണ്ട്, ക്രിസ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് എന്തായാലും റെസിപ്പി അടിപൊളിയാണോ എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണം. എന്തായാലും എല്ലാവരും മസ്റ്റ് ട്രൈ ചെയ്യണം. ഞാൻ വീണ്ടും പറയുന്നുണ്ട്. വേറെ ഒന്നും കൊണ്ടല്ല, അത്ര ടേസ്റ്റുള്ള ഐറ്റമായതുകൊണ്ടാണ്. അതുള്ള കുറച്ച് മയണൈസും കുറച്ച് ടൊമാറ്റോ സോസും ഒക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ കാണുമ്പോഴേക്കും ബായ്. അപ്പോൾ എല്ലാവരും ചാനൽ സപ്പോർട്ട് ചെയ്തിട്ട് കൂടെ കൂടണേ.